തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. നിത്യനരകാഗ്നി ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നിർഭാഗ്യരായ സകല ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. വിശിഷ്യ ആവശ്യമായിട്ടുള്ളവരെ സഹായിക്കുകയും ചെയ്യണമേ. സമാധാനത്തിന്റെ രാജ്ഞി പരിശുദ്ധ മറിയമേ, ഈ ലോകത്തിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മികത പതനം, ദുരന്തങ്ങൾ, യുദ്ധം ആദ്യാവിൽ നിന്ന് അവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവജനപദങ്ങളുടെ നാഥേ, ഞങ്ങളുടെ അഭിഭാഷയും സംരക്ഷയുമായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങ് ആകാശത്തെഴുന്നള്ളി ഉടനെ അങ്ങയുടെ തിരുക്കുമാരൻ അങ്ങേ ത്രിലോകരാജ്ഞിയായി മുടിച്ചരിപ്പിച്ചതിനാലുണ്ടായ മഹിമയെ ഓർത്ത് നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ,
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. നിർഭാഗ്യരായ സകലാത്മാക്കളെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. വിശിഷ്യ അങ്ങേറ്റവും ആവശ്യമായിട്ടുള്ളവരെ സഹായിക്കുകയും ചെയ്യണമേ. സമാധാനത്തിന്റെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, ഈ ലോകത്തിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകണമേ. ക്രിസ്തുനാഥ, നിത്യപിതാവിന്റെ പുത്ര, അങ്ങയുടെ രൂപയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക ദമ്പതനം, ദുരന്തങ്ങൾ, യുദ്ധം ആദിയായവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവജനപദങ്ങളുടെയും നാഥേ, നമ്മുടെ അഭിഭാഷയും സംരക്ഷയുമായിരിക്കട്ടെ. ആമേൻ. ജപമാല സമർപ്പണം. ദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയേല്, വിശുദ്ധ റഫായേല്, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസ്, വിശുദ്ധ പൗലോസ്, മാർ യോഹന്നാനെ, മഹാത്മാവായ വിശുദ്ധ ഔസേപ്പെ, ഞങ്ങളുടെ പിതാവ് മാർ തോമാസ് സ്ലീഹയെ, ഞങ്ങൾ ഏറ്റവും വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന ഞങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ മാതാവിന്റെ തൃപ്പാദത്തിങ്കൽ ഏറ്റവും വലിയ ഉപകാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എല്ലാവർക്കും പെന്തക്കോസ്താ തിരുനാൾ മംഗളങ്ങൾ. ഈസ്റ്റർ ഞായറിന് ശേഷം 50-ാം ദിവസം പെന്തക്കോസ്താ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് പകരപ്പെട്ട ദിവസത്തെ ആദരിക്കുന്നതിനാണ് ഈ ആഘോഷം. യേശുക്രിസ്തുവിൻ്റെ തുടർച്ചയായ കത്തോലിക്ക സഭ, തിരുസഭ,
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും ആ ദിവസമാണ്. സെഹിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥനാ നിർഭരരായിരുന്ന ശിഷ്യരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരിൽ ശക്തി പ്രാപിച്ചു. അപ്പോൾ ആത്മാവ് കൊടുത്ത ഭാഷാവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ അവരെ പരിശുദ്ധാത്മാവ് ഒരുക്കുകയും ചെയ്തു. യേശു സ്നേഹത്തിന് മുൻതൂക്കം നൽകുന്ന, സ്നേഹമുള്ളിടത്ത് മറ്റെല്ലാ ഗുണങ്ങളും വന്നു ചേരും. സ്നേഹത്തിൽ അവനോട് അനുരൂപപ്പെടണം എന്ന് അവിടുന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമ്മിൽ ദൈവവചനത്തിന് കാതും കണ്ണും തുറക്കുവാൻ സഹായകമാകുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും എന്ന വചനത്തിലൂടെ യേശു നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. അവിടുത്തെ വചനവും കൽപ്പനകളും നാം പാലിച്ചാൽ നന്മ നമ്മിൽ വന്ന് നിർഗളിക്കും. ഇതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യരെ ആനയിക്കുന്ന ദൈവത്തിൻ്റെ അരൂപിയാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. യേശു സഭയ്ക്ക് നൽകിയ വിലപിടിപ്പുള്ള സമ്മാനം പരിശുദ്ധാത്മാവാകുന്നു എന്ന് മനസ്സിലാക്കി അവിടുത്തെ പ്രവർത്തനത്തിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഇന്നത്തെ ദിവ്യബലിക്ക് ക്രമീകരണം നൽകുന്നതിന് കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മയെയും BCC ലീഡേഴ്സിനെയും തിരഞ്ഞെടുത്ത അവിടുത്തെ അനന്ത സ്നേഹത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഇടവക വികാരി ബഹുമാനപ്പെട്ട ടോണി ഹാംലെറ്റ് അച്ഛനെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെയും ഇടവക സമൂഹത്തെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യാം. പ്രവേശന ഗാനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. സ്നേഹാമൃതം പോലെ, ജീവാമൃതം പോലെ, മഞ്ഞു പോലെ, കുളിർമഴ പോലെ, സ്നേഹാമൃതം പോലെ, ജീവാമൃതം പോലെ, അത്യുന്നതങ്ങളിൽ നിന്നും അടിയങ്ങളിലേക്കെത്തും, അനശ്വര സ്നേഹമേ, അതിശയ രൂപനേ, സ്വീകരിക്കാം, സ്വീകരിക്കാം, സ്വീകരിക്കാം. അജഗണമേ വരുവിൻ, അഭിഷിക്തൻ വരവാ. അജഗണമേ വരുവിൻ, അഭിഷിക്തൻ വരവാ. അത്യുത്തമം, അത്യുത്തമം, അനുപമ സ്നേഹയാലും, ഇതനുപമ സ്നേഹയാലും.
മലയുടെ നെറുകയിൽ അലിവിന്റെ അപ്പമായൊരാരാധ്യനിൽ അനുദിനം ഞാൻ സദാ വാഴുമാനന്ദമായി ധന്യനായി മാറുമീ അൽത്താരമുന്നിലും സകലവും കാക്കുമീ കനിവിൻ നാഥനേ ആരാധന 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 അജഗണമേ വരുവിൻ അഭിഷിക്തൻ വരവാ അജഗണമേ വരുവിൻ അഭിഷിക്തൻ വരവാ അത്യുന്നതം അത്യുത്തമം അനുപമ സ്നേഹയാഗം ഇതനുപമ സ്നേഹയാഗം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടി. സ്നേഹമുള്ളവരെ, ഭക്തിയോടുകൂടി പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്: മനുഷ്യരായ നിങ്ങളുടെ മക്കൾ വന്ന് നിങ്ങളോട് മീന് ചോദിച്ചാൽ ആരെങ്കിലും പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ ആരെങ്കിലും തേളിനെ കൊടുക്കുമോ? ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലത് നൽകുവാൻ അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ നിങ്ങൾക്ക് നൽകാതിരിക്കുമോ? യേശു നൽകുന്ന വാഗ്ദാനം ഇതാണ്: ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തോട് ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി യാചിക്കട്ടെ. അങ്ങനെ യാചിക്കുമ്പോൾ ദൈവം തൻ്റെ ആത്മാവിന് നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, ഈ ആത്മാവ് ലഭിക്കുന്നില്ല എങ്കിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കില്ല. ഈ ആത്മാവ് ലഭിക്കുന്നില്ല എങ്കിൽ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുവാനും നമുക്ക് കഴിയില്ല. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവാണ് എല്ലാ സത്യങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം: ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉള്ളൊരുകി ദൈവത്തോട് ദൈവമേ അങ്ങയുടെ ആത്മാവിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ആ മനുഷ്യന് ആത്മാവിനെ നൽകും. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ആരൊക്കെ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചോ
അവരെല്ലാവരെയും ദൈവം തൻ്റെ ആത്മാവ് കൊണ്ട് നിറച്ചു. ഇന്ന് ഈ ദേവാലയത്തിൽ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് നമ്മൾ ബലിയർപ്പിക്കുകയാണ്. ആയിരക്കണക്കിന് മാലാഖമാർ ഈ ദേവാലയത്തിലുണ്ട്. ധാരാളം വിശുദ്ധന്മാരും ഈ ദേവാലയത്തിലുണ്ട്. അവിടെ സാന്നിധ്യത്തിലാണ് യേശുവിന്റെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഭയഭക്തിയോടെ ബലിയർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ബലിയർപ്പിക്കുമ്പോൾ ഭക്തിയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ബലിയർപ്പണത്തിലൂടെ അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഈ ബലിയർപ്പിക്കുവാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. അറിഞ്ഞും അറിയാതെയും കുറേ പാപങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ പാപങ്ങൾക്കും പാപമോചനം നൽകണമേ. ഞങ്ങളെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറയ്ക്കണമേ. ഈശോയെ, എല്ലാ പാപങ്ങളും തുടച്ചു മാറ്റി ബലിയർപ്പിക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പാപങ്ങൾ തുടച്ചു മാറ്റട്ടെ, നമ്മളെല്ലാവരെയും ശുദ്ധീകരിക്കട്ടെ, ബലിയർപ്പിക്കുവാനുള്ള ശക്തി യോഗ്യത നൽകട്ടെ. കരങ്ങൾ കൂപ്പി എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നമുക്ക് മാപ്പ് യാചിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടേണ്ടതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ, നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ, കനിയണമേ. ക്രിസ്തുവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. കർത്താവേ, കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാൻ
വാഴ്ത്തുന്നു ഏകാത്മജാദേവൻ സൂനുവേ കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ ആദരം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു ലോകത്തിൻ പാപത്തിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപത്തിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിന്റെ പാശത്തിൽ നിർമ്മലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ സത്യസ്വരൂപൻ പിതാമുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവീശുവേ അന്നു മാത്രം പരിപാവനൻ അന്നു തനേകനാം നാഥനം അന്നു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പെസഹ ആഘോഷം 50 ദിവസം കൊണ്ട് രഹസ്യമായി ഉൾക്കൊള്ളുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. വിവിധ ഭാഷകളാൽ ചിതറിക്കപ്പെട്ട ജനതകളെ സ്വർഗീയ ധാനങ്ങളാൽ അങ്ങേ നാമത്തിന്റെ ഏക വിശ്വാസ പ്രഖ്യാപനത്തിലേക്ക് ഒരുമിച്ച് ചേരുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴ്ന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് പെന്തക്കോസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിൻ കീഴിലുള്ള സകല ജനപദങ്ങളിലും നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. അവർ വിസ്മയഭരിതരായി പറഞ്ഞു, ഈ സംസാരിക്കുന്നവരെല്ലാവരും ഗലീലിയരല്ലേ? നാം എല്ലാവരും താന്താങ്ങളുടെ മാതൃഭാഷയിൽ ശ്രവിക്കുന്നതെങ്ങനെ? പാർത്തിയക്കാരും മേദിയക്കാരും എലാമിയക്കാരും മെസപ്പൊട്ടോമിയൻ നിവാസികളും യൂദയായിലും
കപ്പദോക്കിയായാലും പോന്തസിലും ഏഷ്യയിലും താമസിക്കുന്നവരും ഫ്രിജിയായാലും പാംഫീലിയായിലും ഈജിപ്തിലും കിറേനയുടെ ലിബിയ പ്രദേശങ്ങളിലും നിവസിക്കുന്നവരും റോമയിൽ നിന്നുള്ള സന്ദർശകരും യഹൂദരും യഹൂദമതം സ്വീകരിച്ചവരും ക്രേത്യരും അറേബ്യരുമായ നാം എല്ലാം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ അവർ വിവരിക്കുന്നത് നമ്മുടെ മാതൃഭാഷകളിൽ കേൾക്കുന്നല്ലോ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവെ, അങ്ങേ ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങേ ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ കർത്താവെ, അങ്ങ് അത്യുന്നതനാണ്. കർത്താവെ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. കർത്താവെ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പൂഴിയിലേക്ക് മടങ്ങുന്നു. അങ്ങ് ജീവശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. എൻ്റെ ഈ ഗാനം അവിടത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. കർത്താവെ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. കർത്താവേ, അങ്ങ് ജീവശ്വാസമയച്ച് ഭൂമുഖം നവീകരിക്കണമേ. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്ന് നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാറ്റിലും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. ഓരോ തരത്തിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനമേറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമകളെന്നോ സ്വതന്ത്രനെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റുകൊണ്ട് ആത്മാവിൻ്റെ കൃപയ്ക്കായി യാചിക്കാം. ഗായിക സംഘത്തിലുള്ളവർ പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിക്കുമ്പോൾ എല്ലാവരും അവരുടെ ഒപ്പം ഒരുമിച്ച് ആലപിക്കുക. ദൈവരൂപിയെ സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ. അഗ്നിനാളമാ നവ്യ ജീവന ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവരൂപി സ്നേഹജ്വാലയായി സ്വർഗത്തിൽ
നാളമായി നവ്യ ജീവനായി